നമസ്തേ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. നമ പാർവതീപതയേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ആദരണീയവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രോത്സവങ്ങളിൽ പവിത്രമായ ഒരു വൈശാഖ മഹോത്സവമാണ് കൊട്ടിയൂർ മഹോത്സവം, അല്ലെങ്കിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറയാം. ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുരാതന കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രത്തിലെ ഈ വാർഷിക സമയത്ത് നടക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ വൈശാഖ തീർത്ഥാടനം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി ആളുകളെയാണ് ആകർഷിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് കൊട്ടിയൂരപ്പനെ കാണാനായി ഈ വൈശാഖ മഹോത്സവ കാലത്ത് ഇവിടെ എത്തിച്ചേരുന്നത്. ശൈവ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ പുരാതന ക്ഷേത്ര ആചാരങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ, അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായ ആചാരനിഷ്ഠയോടുകൂടിയാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സവിശേഷമായ അനുഭൂതി തന്നെയാണ് നൽകുന്നത്. ദശയാഗത്തിനു ശേഷം ശിവൻ അല്ലെങ്കിൽ ശിവഭഗവാൻ ഇവിടെ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് കൊട്ടിയൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ പ്രകൃതിദത്തമായ ഒരു വനത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു വനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ ഈ ഉത്സവവും ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഇവിടെ പുരാതന വേദ താന്ത്രിക പാരമ്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. ബാവലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഈ ആചാരങ്ങൾ അത്രയും നടക്കുന്നത്. ഇത് തീർത്ഥാടനത്തിൻ്റെ പവിത്രതയും അതുപോലെ തന്നെ നിഗൂഢമായ സ്വഭാവത്തെയും ഒന്നുകൂടി ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ണൂരിലെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖലയിലെ ചെറു കുന്നുകൾക്കിടയിലാണ് ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂർ ആണ് ഉത്സവ വേദി എന്നറിയപ്പെടുന്നത്. വർഷത്തിൽ 28 ദിവസമാണ് ഇവിടെ ഈ അമ്പലത്തിൽ ഉത്സവാഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് എന്നാണ് പ്രത്യേകത. അക്കരെ കൊട്ടിയൂർ പോലെ തന്നെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട്. അത് വർഷത്തിൽ എല്ലാ ദിവസവും തുറന്നിരിക്കും. ഇനി ഇവിടെ ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുകയും തുടർന്ന് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുക. മിഥുനത്തിലെ ആ ചിത്തിര നക്ഷത്രത്തോടുകൂടി, അല്ലെങ്കിൽ ആ ദിവസമാണ് ഈ ക്ഷേത്രം നട അടയ്ക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഈ വൈശാഖ മഹോത്സവം വരുന്നത്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത് മെയ് 29 ആരംഭിച്ച് ജൂൺ 24 ആണ് സമാപിക്കുന്നത്. അപ്പോൾ മെയ് 29 മുതൽ ജൂൺ 24 വരെയാണ് ഈ വർഷത്തെ കൊട്ടിയൂർ മഹോത്സവം. ഈ കൊട്ടിയൂർ മഹോത്സവത്തിലെ ദിവസങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഉണ്ട്. അതിൽ നമ്മുടെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുന്ന ദിവസം, അത് മെയ് 29 എന്ന് പറഞ്ഞല്ലോ, അന്ന് ഉത്സവ ആരംഭമാണ്. അതിനെ നെയ്യാട്ടം എന്നാണ് പറയുന്നത്. അപ്പം നെയ്യാട്ടത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. പിന്നീട് ജൂൺ 28 പ്രത്യേകത ഉള്ള ദിവസമാണ്. അന്ന് ഇളനീരാട്ടമാണ് അവിടെ നടക്കുന്നത്. അഷ്ടമി ആരാധനയും ഉണ്ടായിരിക്കും. ഇനി ജൂൺ 20 മകം കളം വരവ് എന്ന പ്രത്യേകതയാണുള്ളത്. ജൂൺ 24 തൃക്കലശാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. അപ്പോൾ ഈ ഉത്സവം 28 ദിവസത്തിൽ ചില ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതെല്ലാം അവിടെ വളരെ അനുഷ്ഠാനത്തോടുകൂടി, ചടങ്ങുകളോടുകൂടി, ആരാധനയോടുകൂടി തന്നെ ആ കർമ്മങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്കറിയാം, ഈ ചില സമയത്ത് മഴക്കാലം ആയിരിക്കും ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വനത്തിനുള്ളിൽ വെച്ച് കുതിച്ച് തിമർത്ത് പെയ്യുന്ന ആ മഴയെ സാക്ഷിയാക്കിയിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ കണ്ണൂരിലെ അക്കരെ കൊട്ടിയൂർ
അതുപോലെ തന്നെ ഇക്കരെ കൊട്ടിയൂർ എന്ന 2 അമ്പലങ്ങൾ. ഇത് ബാവലിപ്പുഴയുടെ ഇരുകരകളിലും മുഖത്തോട് മുഖമായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സ്ത്രീ പ്രവേശനത്തിനും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. മെയ് 30 അർദ്ധരാത്രിയോടുകൂടി ഭണ്ഡാരം എഴുന്നള്ളിപ്പ് എന്ന ചടങ്ങ് നടത്തുന്നു. അതിനു മുമ്പ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പിന്നീട് മെയ് 31 മുതൽ ജൂൺ 20 വരെ ആണ് സ്ത്രീ പ്രവേശനം അവിടെ നടക്കുന്നത്. ആ സമയത്ത് സ്ത്രീകൾക്ക് അവിടെ ദർശനം നടത്താവുന്നതാണ്. ഇനി നമുക്ക് അവിടുത്തെ ചരിത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ബാവലിപ്പുഴയുടെ അക്കരെ ഒരു സ്വയംഭൂ ലിംഗമാണ് അക്കരെ കൊട്ടിയൂരിലെ ആരാധനാമൂർത്തി. അത് ശിവഭഗവാൻ തന്നെയാണ്. അപ്പോൾ സാധാരണ അമ്പലങ്ങളിലെ പോലെ അവിടെ ഒരു വാസ്തു നിർമ്മാണ ശൈലിയിലുള്ള അമ്പലമൊന്നും ഇല്ല. അവിടെ മണിത്തറ എന്ന് വിളിക്കപ്പെടുന്ന പുഴയിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന ആ വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിൻ്റെ പീഠം നിർമ്മിക്കുന്നത്. പിന്നീട് അവിടെ ഓല കൊണ്ടുള്ള ഒരു താൽക്കാലികമായ ശ്രീകോവിൽ നിർമ്മിക്കുന്നു. നെയ്യ് കൊണ്ട് അഭിഷേകം നടത്താറുണ്ട് ശിവഭഗവാന്. അതിനെയാണ് നമ്മൾ നെയ്യാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയ്യാട്ടത്തോടു കൂടിയാണ് അവിടുത്തെ ഈ ഉത്സവ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് ഈ സമയത്ത് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് പള്ളിവാൾ എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കും. എന്നിട്ടൊരു പൂജാ കർമ്മവും നടത്താറുണ്ട്. അതിനുശേഷം ഉത്സവങ്ങളെല്ലാം സമാപിച്ച് നമ്മൾ ക്ഷേത്രം നട അടയ്ക്കുന്നതോടുകൂടി ഈ മുതിരേരിക്കാവിലേക്ക് തന്നെ ഈ വാൾ തിരികെ കൊടുക്കുന്ന പതിവും ഉണ്ട്. ഇനി അതുപോലെ തന്നെ രോഹിണി ആരാധനയാണ് ഈ ഉത്സവത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രാധാന്യമുള്ളതുമായ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് നമുക്ക് പറയാം. ഇവിടെ സ്വയംഭൂ ലിംഗത്തിന്, അതായത് ശിവലിംഗത്തിന് കരിക്ക് കൊണ്ടുള്ള അഭിഷേകവും അതുപോലെ കരിക്ക് കൊണ്ടുള്ള വഴിപാടും നടത്തുന്നത് വളരെ പ്രസിദ്ധമാണ്. ഇതിന് ഇളനീർ വയ്പ് എന്നാണ് പറയാറുള്ളത്. അന്ന് വഴിപാടായി കിട്ടിയിട്ടുള്ള എല്ലാ കരിക്കുകളും വെട്ടി മുഖ്യ പൂജാരി അതിൻ്റെ ആ കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ആ മധുരവെള്ളം ശേഖരിച്ച് ലിംഗത്തിൽ അഭിഷേകം നടത്താറുണ്ട്. പല സമയത്തും നല്ല മഴയായിരിക്കും. അപ്പോൾ ഈ മഴ അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഇളനീരാട്ടം ഉണ്ടാവുക. കാരണം മെയ് ജൂൺ എന്ന് പറയുന്നത് കേരളത്തിലെ കാലവർഷത്തിൻ്റെ ആരംഭം കൂടിയാണല്ലോ. അപ്പോൾ ഈ മഴ സമയത്തു കൂടി അവിടെ നല്ല രീതിയിൽ വളരെ പരിശുദ്ധമായി കൊണ്ട് തന്നെ ഇളനീരാട്ടം എന്ന ചടങ്ങ് നടത്താറുണ്ട്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അവിടെ പുരളിമലയിലെ കട്ടൻ രാജവംശം പണ്ട് ഭരിച്ചിരുന്നതാണ്. ഈ ക്ഷേത്രവുമായിട്ട് വളരെയധികം ചരിത്രപരമായ ഒരു ബന്ധം പുലർത്തുന്ന രാജവംശമായിരുന്നു കട്ടൻ രാജവംശം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ആദ്യം കട്ടിയൂർ എന്ന ഒരു സ്ഥലനാമമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് കാലക്രമേണ കൊട്ടിയൂർ എന്നായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കട്ടൻ രാജവംശക്കാർക്ക് ഈ ക്ഷേത്രത്തിലെ പാരമ്പര്യമായ അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രോത്സവം അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉത്സവങ്ങളും ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അവരുടെ അനുമതിയോടുകൂടി അക്കരെ കൊട്ടിയൂർക്ക് കടന്നു പോകൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട്. അതിന് കട്ടൻ രാജാവിൻ്റെ അനുമതി കൂടി ആവശ്യമാണ്. ആ രീതിയിലാണ് അവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ജനനം മരണം അതുമായി ബന്ധപ്പെട്ട പുലവാലായ്മ അതൊക്കെ ഒഴിവാക്കുന്ന രീതികളും ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ളതായ അനുഷ്ഠാന ചടങ്ങുകളൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇനി നമ്മളതിൽ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ആ നാൾ മുതൽ ഉത്രാടം നാൾ വരെയുള്ള ഉത്സവത്തിനെയാണ് നമ്മൾ ദേവന്മാരുടെ ഉത്സവമായിട്ടാണ് ആ സമയത്തുള്ള ആ ഉത്സവത്തിനെ പറയുന്നത്. അതായത് ഉത്രാടം നാൾ മുതൽ ആണ് ദേവന്മാരുടെ ഈ ഉത്സവം. ഇനി തിരുവോണം നാൾ മുതൽ ആയില്യം നാൾ വരെയുള്ള ഉത്സവം മനുഷ്യരുടെ ഉത്സവമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ മകം മുതൽ ഉള്ള ഉത്സവം ഭൂതഗണങ്ങളുടെ ഉത്സവമായിട്ടുമാണ് ആഘോഷിക്കപ്പെടുന്നത്. ദക്ഷയാഗത്തിന് ശേഷം ശിവഭഗവാൻ കോപിഷ്ഠനായ ശിവഭഗവാൻ തപസ്സു ചെയ്ത സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഭഗവാൻ പരമശിവനെ അപമാനിക്കുന്നതിനായി ആ സതിയുടെ പിതാവായ ദക്ഷ പ്രജാപതി
അവിടെ യാഗം നടത്തിയിരുന്നു. ആ യാഗത്തിലെ തൻ്റെ പുത്രിയായ സതിയെ അദ്ദേഹം ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ സതി ആ യാഗത്തിന് എത്തിച്ചേരുകയും ആ ശിവനെ അപമാനിക്കപ്പെട്ട രീതിയിലുള്ളതായ പ്രജാപതിയുടെ സംസാരത്തിൽ ദുഃഖിതയായ സതീദേവി ദേഹത്യാഗം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതിൽ കോപിഷ്ഠനായ ശിവഭഗവാൻ തൻ്റെ തിരുജടയിൽ നിന്നും ആ ജട പറിച്ചെടുക്കുകയും അതിൽ നിന്നും ഉണ്ടായ വീരഭദ്രനും അതുപോലെ തന്നെ ഭദ്രകാളിയും ഉണ്ടായി. ഇവരെ ആ ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തെത്തുകയും ആ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സറുക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ആ കഥയൊക്കെ നമ്മൾ കേട്ടിരിക്കും. പിന്നീട് ശിവന്റെ അനുഗ്രഹത്തോടു കൂടി ആദ്യം കാണുന്ന ശിരസ് അവിടെ ഈ ശരീരത്തോടു കൂടി ചേർത്ത്, അതായത് ആടിൻ്റെ ഒരു തലയാണ് ലഭിച്ചത്. അപ്പോൾ ആ ആടിൻ്റെ തലയോടുകൂടി ചേർത്ത് ആ ദക്ഷന് ജീവൻ നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ദക്ഷയാഗ കഥ. അപ്പോൾ അതിനുശേഷം സതീദേവിയുടെ ദേഹത്യാഗമാണ് ശിവനെ ഇങ്ങനെ കോപിഷ്ഠനാക്കാനും അതുപോലെ അവിടെ ഉഗ്രമൂർത്തിയായിട്ട് തപസ് ചെയ്യാനൊക്കെ ഉണ്ടായ കാരണം. ആ സ്ഥലമാണ് നമ്മൾ ഇന്ന് കൊട്ടിയൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ ഉത്സവത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവം തന്നെയാണ്. നമുക്കറിയാം ആറ്റുകാൽ വളരെ പ്രാധാന്യമുള്ള ആ ഒരു സമയത്ത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വൻ ജനത്തിരക്കായിരിക്കും. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഉത്സവം, ചക്കുളത്തുത്സവം, ചെട്ടിക്കുളങ്ങര, ഓച്ചിറ ഉത്സവങ്ങൾ, ചോറ്റാനിക്കര, ഇങ്ങനെ ഇതുപോലെയുള്ള ശബരിമല ഒക്കെ മാറ്റി നിർത്തിയാൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള ഉത്സവകാലത്ത് ആളുകൾ നല്ല പോലെ ഈ ക്ഷേത്രങ്ങളിൽ അവിടെ ഈശ്വരാരാധനയ്ക്കായിട്ട് എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ ഈ കൊട്ടിയൂരിലും വളരെ വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ണൂരിലെ ആ വയനാട് ജില്ലയോട് ചേർന്ന് കണ്ണൂരിലെ വളപട്ടണം ആ പുഴയുടെ കൈവഴിയായ ബാവലി പുഴയുടെ തീരത്താണ് നമ്മളുടെ ഈ കൊട്ടിയൂർ എന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് രണ്ട് ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞല്ലോ, മുഖാമുഖം നോക്കിയിട്ട്, ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. ഇനി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ, അതൊരു ഉത്സവം ആരംഭിക്കുമ്പോൾ അതുമായിട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു കൂടിയാലോചനയൊക്കെ നടത്തിയിട്ടാണ് ഈ ഉത്സവാരംഭം. അതിന് പ്രാക്കുഴം എന്നാണ് പറയുക. അത് മേടത്തിലെ വിശാഖം നാളിലാണ് ഈ കൂടിയാലോചനയൊക്കെ നടക്കുന്നത്. ഈ സമയത്ത് ആയില്യർ കാവിലും ഈ കൂടിയാലോചനയൊക്കെ നടത്താറുണ്ട്. പിന്നീട് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. പിന്നെ നെയ്യാട്ടം എന്താണ് എന്ന് പറഞ്ഞു, ശിവഭഗവാന് നെയ്യ് കൊണ്ടുള്ള അഭിഷേകം, അത് ഉത്സവാരംഭം തന്നെയാണ്. പിന്നെ ഭണ്ഡാരം എഴുന്നള്ളത്ത്, അതുപോലെ തന്നെ തിരുവോണം ആരാധന, ഇളനീർ വെപ്പ്, അതിനെ നമ്മൾ ഇളനീരാട്ടം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഷ്ടമി ചതുശതം, പിന്നെ രോഹിണി ആരാധന, അതുപോലെ തന്നെ തിരുവാതിര ചതുശതം, പുണർദം ആയില്യം ചതുശതം. ഇതൊക്കെ അവിടെ പ്രധാന ചടങ്ങുകളോടും അല്ലെങ്കിൽ പവിത്രമായിട്ട് ഈ ദിവസങ്ങളെല്ലാം ഈ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആരാധന നടത്തി വരുന്നു. ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 11 ദിവസം ശിവഭഗവാൻ കോപാകുലനായിരിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ ഭഗവാന്റെ ആ കോപം ശമിപ്പിക്കുന്നതിനായിട്ടാണ് ഇളനീരഭിഷേകം ചെയ്യുന്നത്. ആദ്യം നീരഭിഷേകം നടത്തും, അതിനുശേഷം ഇളനീരഭിഷേകവും ഈ കോപശമനത്തിനായി നടത്താറുണ്ട്. പിന്നീട് കളഭാഭിഷേകവും നടത്തിയിട്ടാണ് ഭഗവാന്റെ ആ കോപം ശമിപ്പിക്കാറുള്ളത്. പിന്നീട് മറ്റൊരു ചടങ്ങാണ് രോഹിണി ആരാധന എന്ന് പറഞ്ഞല്ലോ, അതിനെ ആലിംഗന പുഷ്പാഞ്ജലി എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ അന്നേ ദിവസം ഈ രോഹിണി നാളിൽ ഈ വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട്, അപ്പോൾ ആ ഭഗവാന്റെ അല്ലെങ്കിൽ ശൈവ സാന്ത്വനത്തിനായി അവിടെ ഭഗവാനെ പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ രോഹിണി ആരാധന എന്ന് പറയുന്നത്. ആ പൂജാരി ഇരു കൈകളാലും വിഗ്രഹത്തെ ആ ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കുന്നു. അങ്ങനെ സതി നഷ്ടപ്പെട്ട ആ പരമേശ്വരനെ വിഷ്ണു ഭഗവാൻ സാന്ത്വനിപ്പിക്കുന്ന ഒരു ചടങ്ങിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ രോഹിണി ആരാധന അവിടെ നടത്തപ്പെടുന്നത്. പിന്നീട് ഈ ശിവഭഗവാനെയും പാർവതിയെയും ആനപ്പുറത്ത് 2 ആനകളുടെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങും അവിടെ നടത്താറുണ്ട്. മകം നാൾ കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇനി ഈ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന്
ഈ വളരെ നല്ല വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ നല്ലൂരാന്മാര് കൊട്ടിയൂരിലേക്ക് കലങ്ങളെല്ലാം തലച്ചുമടായിട്ട് എടുത്തു വരുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിന് അപ്പോൾ ഈ കലശാട്ടമൊക്കെ നടക്കുമ്പോൾ ഈ തലച്ചുമടായിട്ട് കൊണ്ടുവന്ന ഈ കലശം നിറയ്ക്കുന്നതൊക്കെ ഈ കാലങ്ങളിലാണ് ഈ കലശാട്ടം നടത്തുന്നത്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന കലങ്ങളാണ് ഇതിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ കലങ്ങൾ മകം, പൂരം, ഉത്രം നാളുകളിലുള്ളതായ ആ നിഗൂഢ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ കലങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്തം നാൾ മുതൽ പിന്നീട് 1000 കുടം അഭിഷേകം, പൂജയും കലശവും ഒക്കെ അവിടെ നടത്താറുണ്ട്. ചിത്തിര നാളിൽ കലശാട്ടം നടക്കുന്നു. അപ്പോൾ അതിനു മുൻപായിട്ട് ശ്രീകോവിലെല്ലാം പൊളിച്ചു മാറ്റാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കളഭാഭിഷേകം അവിടെ നടത്തുന്നു. അപ്പോൾ ഈ കളഭാഭിഷേകം നടത്തുന്നതിനെയാണ് നമ്മൾ തൃക്കലശാട്ട് എന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. പിന്നെ അക്കരെ കൊട്ടിയൂരിലെ ഈ വർഷത്തെ ക്ഷേത്രോത്സവ ചടങ്ങുകളൊക്കെ ഈ തൃക്കലശാട്ടോടുകൂടി അല്ലെങ്കിൽ കളഭ അഭിഷേകത്തോടുകൂടി അവസാനിക്കും. പിന്നീട് അടുത്ത വർഷമാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളൂ. അപ്പോൾ അതിനുശേഷം ആ ക്ഷേത്രത്തിലേക്ക് ആർക്കും തന്നെ പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത വൈശാഖ മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകളും ആരാധനകളും എല്ലാം നടക്കുന്നത്. അവിടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മണിത്തറയും അതുപോലെ തന്നെ വെള്ളത്തിലും കരയിലുമായി താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളോടുകൂടിയ കുടിലുകളൊക്കെ ചേർന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത്. അവിടെ പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ നടന്നിട്ടാണ് ഈ അക്കരെ കൊട്ടിയൂരിലൊക്കെ പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളും അതുപോലെ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു പവിത്രമായ ഒരു ക്ഷേത്ര ഉത്സവം തന്നെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. അപ്പോൾ ഈ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും ശിവദർശനത്തിനായിക്കൊണ്ട് നമുക്ക് കണ്ണൂരിലുള്ള ഈ കൊട്ടിയൂർ ഭഗവാനെ, കൊട്ടിയൂരപ്പനെ ദർശിക്കാനായിട്ട് എത്താവുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾ ആ ഭഗവാനെ സന്ദർശിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത് വെറും ഒരു ഉത്സവമല്ല, വിശ്വാസത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഭക്തിയുടെയും ഒരു പുണ്യ യാത്ര തന്നെയാണ് ഈ പവിത്രമായ കൊട്ടിയൂർ മഹോത്സവം എന്ന് പറയുന്നത്. ദക്ഷിണ കാശിയിലെ, അതായത് കൊട്ടിയൂരിലെ ശാന്തമായ വനാന്തരങ്ങളും അതുപോലെ തന്നെ പുരാതനമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വളരെ വലിയ ആത്മീയമായ ഒരു ഊർജം തന്നെയാണ് നൽകുന്നത്. ആ പരിവർത്തനാത്മകമായ ഒരു അനുഭവമായിരിക്കും എല്ലാവർക്കും ഈ ഉത്സവം. അങ്ങനെ കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ആ കൊട്ടിയൂരപ്പനെ ദർശിക്കാനുള്ള എല്ലാവരുടെയും ആഗ്രഹവും സഫലമാകട്ടെ, എല്ലാവർക്കും അതിനെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറ്റുന്നവരെല്ലാവരും തന്നെ ഈ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുത്ത് ആ മഹാദേവൻ്റെ പ്രീതി നേടാനായി ശ്രമിക്കുക. ഈ ഉത്സവം കേരളത്തിന് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ലോകത്തിന് തന്നെ ഒരു ആത്മീയ ഊർജവും അതുപോലെ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും അത് കമൻറ്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതാം. അല്ലെങ്കിൽ ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങൾ നമുക്ക് അതിലെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതെല്ലാം നമുക്ക് ആ ശിവഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.